ഭഗവൽ നാമങ്ങളെ ഉച്ചരിച്ചിരിപ്പൂ എന്നാൽ തന്നെ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലേ സംഭൃതങ്ങളായി ചമയുമെന്ന് നിശ്ചയം മാത്രമല്ലോ ആകുന്നത്. ആയതൊക്കവേയും കൊള്ളാം. സുകൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലേ മനുഷ്യജന്മം ലഭിപ്പൂ എന്നിരിക്കുന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച സമയത്തിങ്കൽ വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വരനെ സേവിച്ച് പാപനിവർത്തി വരുത്തി പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ സാധിച്ചു കൊള്ളണം. ആയതിനു വേണം എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ. ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. വാസുദേവ പായാൽ ഔവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കണം രക്ഷിക്കണം. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആദി ഭൗതികങ്ങളായും ആദി ഭൗതികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായും ഉണ്ടാകുന്ന സങ്കടങ്ങളെ അസകലം യഥാവലേ ദൂരത്തിങ്കലാക്കി കളഞ്ഞ് അർത്ഥ പുത്ര മിത്ര കളത്രാദികളിലെ സമ്പത്തുക്കളെ സമ്പാദിക്കണം എന്നതല്ലോ ഇവിടെ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്ന രക്ഷയിങ്കൽ ആരെ ഇവിടെ രക്ഷാകർത്താവായിട്ട് കൽപ്പിച്ചു എന്നല്ലേ? വാസുദേവ. അറിയാടോ രക്ഷാകർത്താവായിട്ട് ആ ഇരിപ്പും ഭാവവും സമ്പ്രദായവും എന്താ ഒരു കേമത്തം നോക്കൂ. സർവ്വതിനെയും രക്ഷിക്കാനുള്ള ആളാ. അവനവൻ്റെ രക്ഷ തന്നെ നേരെയായിട്ടില്ല എന്ന് തോന്നും കണ്ടാൽ. അപ്പം അങ്ങനെയാ തൻ്റെ രക്ഷ നേരാമണ്ണമായില്ലെങ്കിലും മറ്റുള്ളവരെയൊക്കെ എങ്ങനെ രക്ഷിക്കാമെന്ന് കൂലങ്കൃഷ്ടമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും അല്ലേ? അവനവൻ്റെ രക്ഷയൊക്കെ കണക്കാ. എന്നാ മറ്റുള്ളവരെയൊക്കെ ഞാനാ രക്ഷിക്കണത്, ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയമാണ്, തനിക്ക് ശേഷം പ്രളയം എന്ന ചിന്ത നേരെയാവുമോ? അതായത് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷയെ ചെയ്യുന്ന ആൾ, സകലതിനെയും രക്ഷിക്കുന്ന ആളാണ് രക്ഷിതാവ്. രക്ഷിതാവ് നേരാമണ്ണല്ലെങ്കിൽ ബാക്കിയുള്ളത് നേരെയാവുമോ? ആദ്യം നേരെയാവേണ്ടത് രക്ഷിതാവാ. രക്ഷിക്കണ ആള് കേമനല്ല, നേരാമണ്ണല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് വല്ല ഫലമുണ്ടോ? എന്താ അത്? ആ രക്ഷിതാക്കളാണ് സ്വതേ അധിക സമയവും രക്ഷിതാക്കളുടെ കൂടെയാണ് ബാക്കിയുള്ളതൊക്കെ അല്ലേ? കുറച്ച് സമയമേ ബാക്കിയുള്ളവരുടെ കൂടെ കിട്ടണുള്ളൂ. കുറ്റം മുഴുവൻ ബാക്കിയുള്ളവനും രക്ഷിതാക്കളൊക്കെ കേമന്മാരുവാ. അങ്ങനെയായാൽ നേരെയാവുമോ? അങ്ങനെയായാൽ നേരെയാവില്ല. അതായത് രക്ഷ നേരാമണ്ണാവണമെങ്കിൽ രക്ഷിതാവ് നേരെയാവണം. എങ്ങനെയാ രക്ഷിതാവ് വേണ്ടത് എന്നാണെങ്കിൽ അവനവൻ്റെ രക്ഷയെ അവനവന് ഉതകും വിധത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വേണ്ടതിനെ വേണ്ടതുപോലെ സമാഹരിച്ച് തൻ്റെ കർമ്മധർമ്മങ്ങൾക്ക് വേണ്ടി പെരുമാറുന്ന ആളാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അല്ലേ? ആണോ? കഷ്ടം. അവനവൻ്റെ കാര്യം നോക്കണ ആളാ രക്ഷിതാവ് അല്ല. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അവനവനെ എപ്രകാരം രക്ഷിക്കണം എന്നാണോ മനസ്സിൽ ധരിക്കണത് അപ്രകാരം സർവ്വതിനെയും രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ആളാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ. ഇപ്പം എങ്ങനെയാ രക്ഷ നേരാവുണ്ടോ? രക്ഷ നേരെയാവുണ്ടോന്നാ ചോദിക്കണേ. ഈ ലോകത്ത് നേരെയാവാത്ത ഒരേ ഒരു കാര്യം അതേ ഉള്ളൂ, ബാക്കിയൊക്കെ നേരെയാവും. ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു കേൾക്കണ്ടായിണ്ടോ രക്ഷകമായിട്ടോ എന്ന് പറഞ്ഞു കേൾക്കണ്ടായിണ്ടോ? ഉണ്ടാവില്ല. എന്താ അത്? എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തും. അതാണല്ലോ കുറ്റം കണ്ടെത്താനാ മിടുക്കന്മാര്.
കുറ്റം എവിടെയുണ്ടെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ മഹാകേമന്മാരായിട്ടുള്ള ഇത് എവിടുന്ന ചാടിയത്? ആരുടേത്? ഇതൊക്കെ ഉടമസ്ഥനില്ലാത്തതാണോ? ഇതെന്താ ഇങ്ങനെ അനാഥം പോലെ ഇങ്ങനെ നടക്കണത്? ഇരിക്കേണ്ടോടത്ത് ഇരിക്കുക, എനിക്കേണ്ടപ്പോൾ എനിക്കുക, നടക്കേണ്ടപ്പോൾ നടക്കുക, കുളിക്കേണ്ടപ്പോൾ കുളിക്കുക. ഇങ്ങനെ ഓരോന്നിനും ഓരോ സമയവും കാലവും ഉണ്ട്. ഇത് സമയമില്ല കാലമില്ല, ദ്രാവിളച്ചത്ത് അഴിച്ചിട്ട പോലെയാണ് നടക്കണത്. ഓരോന്ന് ഇതാ നോക്കൂ, ഓരോന്നൊക്കെ പതുക്കെ എഴുകി വരുന്നുണ്ട്. ഇതൊക്കെ എവിടേക്കാ പോണേത്? സൂക്ഷിക്കണം കേട്ടോ. അവിടെയുള്ളതൊക്കെ കഴിഞ്ഞതാ. ഇനി അങ്ങോട്ട് പോകണ്ടെങ്കിൽ എന്തോ അപകടം ഉണ്ടെന്നാണ് മനസ്സിലാക്കണ്ടേ. ഇപ്പോൾ ബാക്കിയുള്ളവൻ്റെ സമയമാണ്, ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതൊക്കെ ഒടുങ്ങേണ്ട സമയത്താണ് ബാക്കിയുള്ളവനെ വിളിച്ചുകൂടെ നിർത്തിയേക്കണത്. നേരാവണ്ണം തുടങ്ങേണ്ട സമയം കഴിഞ്ഞു അല്ലേ? പറഞ്ഞ സമയത്തിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് പിടിക്കേണ്ട സമയമായി, വരവും ചെലവും നോക്കേണ്ട സമയമായി. എന്താ വരവും ചെലവും നോക്കുക എന്ന് പറഞ്ഞാൽ പതിവുണ്ടോ? ഇതാ ഇരിപ്പ് കണ്ടാൽ മതി വരവും ചെലവും നോക്കണമെങ്കിൽ. കുറേ നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. വരവും ചെലവും നോക്കുക. വരവ് കൂടുതലുള്ളതും ചിലവ് കുറവുള്ളതും ഉണ്ട്. എന്താ അത് വരവ് കൂടുതലും ചിലവ് കുറവെന്ന് പറഞ്ഞാൽ? വരവ് കൂടുതൽ ചിലവ് കുറവെന്ന് പറഞ്ഞാൽ ചിലതങ്ങനെയല്ല, വരവും ചിലവും പാക. എന്താ അത്? ചിലതങ്ങനെയല്ല, വരവ് കുറവും ചിലവ് കൂടുതലുമായിരിക്കും. അതെന്താ അത്? ഏതിനത്തിലാണ് പഠനം ശ്രദ്ധിക്കേണ്ടതേ? പലതരത്തിലുള്ള നാമധേയങ്ങളൊക്കെ ഇവിടെ കേൾക്കണ്ടായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു പേര്, എന്ത്? വാസുദേവൻ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കട്ടെ. കേൾക്കണ്ടായിണ്ടോ? വാസുദേവൻ എന്ന് പറഞ്ഞാൽ എന്താ? വാസു എന്ന് പറഞ്ഞാൽ മായ, ദേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കളിക്കുക എന്ന് പറഞ്ഞാൽ മായ കൊണ്ട് കളിക്കുക. ഇപ്പം എങ്ങനെയാ? സർവം മായ എന്നാ പറഞ്ഞു കേട്ടെ. എങ്ങനെ കാണുണ്ടായോ? സർവം മായേ, അതും ഒരു മായയാ. സർവം മായ എന്ന് പറയുന്നത് തന്നെ ഒരു മായയാ. എന്താ അത് പറയാൻ കാരണം? വാസുദേവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ. ആരാത്? രാമൻ, കൃഷ്ണൻ, ഗോവിന്ദൻ, ബലരാമൻ, അച്യുതാനന്ദൻ, അനവധി പേരുകളുണ്ട്. പേര് കേട്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ. ഈശ്വരനാമങ്ങളാ പറയണത്. പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ പാർത്ഥന് സാരഥിയായിട്ടുള്ളത്. ആർക്ക്? ആ അർജുനന് സാരഥിയായിട്ടുള്ള. അർജുനൻ എന്ന് പറഞ്ഞാൽ ആരാ? പാർത്ഥൻ എന്ന് പറഞ്ഞാൽ ആരാ? വിജയൻ. ആ വിജയനെ ആരാ നയിച്ചുകൊണ്ടിരുന്നത്? അച്യുതാനന്ദൻ. എപ്പോഴാ അച്യുതാനന്ദൻ്റെ പിടുത്തം വിട്ടത്? അപ്പം തുടങ്ങിയതാ കഷ്ടകാലം. പലതരത്തിലുള്ള കാലങ്ങളുണ്ട്. കെട്ട കാലമുണ്ട്, നല്ല കാലമുണ്ട്, വന്ന കാലമുണ്ട്, നിന്ന കാലമുണ്ട്, പോയ കാലമുണ്ട്. ഇതിപ്പോൾ കഷ്ടകാലത്തിലാ. എന്നാലും ഞാൻ കേമനാണെന്ന ഭാവമാണ് എവിടെയും. അതായത് ഞാൻ കേമനാണെന്ന് എപ്പോൾ തോന്നണോ അപ്പോൾ നാശം തുടങ്ങി. ഏതൊരു മനസ്സിലാണോ ഞാൻ യോഗ്യനാണ്, ഞാൻ കേമനാണ്, ഞാൻ അറിവുള്ള ആളാണ്, ഞാൻ പറയണതാണ് ശരി, ഞാൻ ചെയ്യണതാണ് ശരി, എൻ്റെ വാക്കുകൾക്ക് അപ്പുറത്ത് വേറൊരു ശരിയില്ല, ഇത്യാദി ഭാവങ്ങൾ ഏതൊരു മനസ്സിലാണോ തോന്നണത് അവിടം സർവനാശം നിശ്ചയം. അത് ശത്രുത അവനവൻ്റെ മനസ്സിലേക്ക് വളർത്തുന്നതിൻ്റെ ലക്ഷണമാണ് ഞാൻ യോഗ്യനാണ് എന്ന തോന്നൽ. അറിവെത്രയാ? കടലോളം. അറിയാത്തതോ അതിനേക്കാളും വലുത്. ലോകത്തോളം എന്നാ പറയുക. അറിയണത് മുഷ്ടി പിടിച്ചാൽ അത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അറിയാത്തത് അതിനേക്കാൾ കടലോളം ലോകത്തോളം അറിവില്ലാത്ത കാര്യങ്ങളുണ്ട്. ഇവിടെ അനവധി നിരവധി നാമധേയങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും വാസുദേവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ അത്? വാസു കൊണ്ട് ദേവനം ചെയ്യുക, മായ കൊണ്ട് കളിക്കുക. ഇങ്ങനെ ഉള്ളതായ നാമധേയ ദേവനെ കേൾക്കുന്നുണ്ടായിട്ടില്ല. പല നാമധേയങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും താൻ തന്നെ പറഞ്ഞു കേട്ടാൽ കൊള്ളാമല്ലൻ മഹാ. എന്തിനാണ് ഇത്ര വളരെ സംശയിച്ചിരിക്കുന്നത്? സകല ലോകൈകനാഥനായി സച്ചിദാനന്ദ സ്വരൂപനായി സത്യഭാമാവല്ലഭനായിരിക്കുന്ന സാക്ഷാൽ കൃഷ്ണനെ തന്നെയല്ലോ. നല്ല ആളാണല്ലേ രക്ഷിക്കാനേ. ഏത്? ആ ഉണ്ണികൃഷ്ണൻ. പറയാണ്ടിരിക്കുക ഭേദമല്ലേ ഉണ്ണികൃഷ്ണൻ്റെ കാര്യം. ഇനി ആരാ പോറ്റി വളർത്തിയെന്നാ ചിന്തിക്കണേ. ഉണ്ണികൃഷ്ണനെ പോറ്റാണ്ട് വളരില്ലല്ലോ. ഈ പോറ്റി വളർത്തി ആ ഉണ്ണികൃഷ്ണനെ ഈ പാകമാക്കി ഇപ്പൊ പലതിനേണ്ട. ഇതൊന്നും പറഞ്ഞിട്ട് ഫലമില്ല. എന്താ അത്? കലികാലത്തുങ്കൽ ഇതല്ല ഇരിപ്പിടം വരെ പോണ കാല. ഇങ്ങനെ അനവധി നാമധേയങ്ങൾ ഉണ്ടെങ്കിലും താൻ തന്നെ പറഞ്ഞു കേട്ടാൽ കൊള്ളാമല്ലൻ മഹാ.
സകല ലോകൈകനാഥനായിരിക്കുന്ന സത്യഭാമാവല്ലഭനായിരിക്കുന്ന കൃഷ്ണനെ തന്നെയല്ലോ ഇവിടെ രക്ഷയ്ക്കായിക്കൊണ്ട് നല്ല ശിക്ഷ. ശ്രീകൃഷ്ണൻ രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ സംശയം ഉണ്ടായിരുന്നില്ലോ എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ പറഞ്ഞു കേട്ടത്. ആയതെങ്ങനെ കേട്ട സമയത്തെങ്കിൽ അവസ്ഥാഭേദം കൊണ്ട് ഉപാസനയ്ക്ക് ശക്തിയാകാൻ ജതുഗൃഹദഹനാനന്തരം പാഞ്ചാല മഹാരാജാവ് തൻ്റെ പുത്രിക്ക് അർജുനനെ പോലെ ശക്തനായൊരു വരനെ ലഭിക്കണമെന്നാഗ്രഹത്തോടെ പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായി നിശ്ചയിക്കുക ഹേതുവായിട്ട് ക്ഷണിക്കപ്പെട്ട വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാരാലും മഹർഷി ശ്രേഷ്ഠന്മാരാലും ബ്രാഹ്മണോത്തമന്മാരാലും നിറയപ്പെട്ടിരിക്കുന്നതായ രാജധാനി എപ്രകാരമാണ് അലങ്കരിച്ചിരിക്കുന്നത് എന്നാണെങ്കിൽ ഭേരി മദ്ദള കാഹളാതിമിനതക്വാപി കുജിൽ ജോഷിതാം ഗീതം ക്വാപി ച സംവിദല്ലരഭസ പ്രോത്സാരണ നിസ്വന വിപ്രാണാം കുജിദശനദാം കളകളോ ഗംഭീര കുംഭീശ്വര പ്രധ്വാന കുജിൽ ഉത്സവോദയ മഹാഘോഷ കഥം ഗത്യതേ ഭേരി മദ്ദള കാഹളാദിമിനത ക്വാബി. ഏത് വാദ്യത്? വാദ്യം എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും ഒന്ന് ഇരിപ്പുറപ്പിച്ചു. മേളക്കാരങ്ങനെയാ. അതെ, മേളം തുടങ്ങട്ടെ എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ. മേളക്കാർ ആദ്യം ഒന്ന് എഴുന്നേറ്റ് നിൽക്കും, പിന്നെ അവിടെ ഇരിക്കും. പിന്നെ അതെ തുടങ്ങിയില്ലേ ഇതുവരെ? എത്ര നേരമായി തുടങ്ങാൻ പറഞ്ഞിട്ട്? അല്ല, സമയവും കാലമൊക്കെ തെറ്റി. അതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഇങ്ങനെ ഒരു വേഷം കെട്ടിയാൽ പിന്നെ പറയാണ്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഏതായാലും പെട്ടു, എന്നാൽ പിന്നെ കഴിയണവിടെ വരെ ആയിക്കോട്ടെ എന്ന് നിശ്ചയിച്ചെന്നുള്ളൂ. ഇതിപ്പോൾ വൈകി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ മേളക്കാർക്ക് അങ്ങനെയാണ് പൊതുവേ ഒരു സംഗതി. എങ്ങനെയാണ് എത്രയാ കൊടുക്കാന്ന് പറഞ്ഞ് അതിൽ നിന്ന് എത്രയാ കുറയ്ക്കാന്നാ നോക്കുക. എന്താ അത് എണ്ണത്തിലാണ്, വണ്ണത്തിലല്ല കാര്യം. ഇതിപ്പോൾ ചോദിച്ചു നോക്കിയാൽ അറിയാം പറഞ്ഞതൊക്കെ കൊടുക്കാറുണ്ടോന്ന്. പല പല വേഷം കെട്ടുള്ള ആളാ. എത്രയാ വേഷങ്ങൾ. ചക്കത്തുണ്ടം വെട്ടി തിന്നു, ചക്കത്തുണ്ട പരീക്ഷണങ്ങൾ പീ 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 അങ്ങനെ ഒട്ടനവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. മേളവിദഗ്ധനായിട്ടുള്ള ആളാണ്. ഇത്രയൊക്കെയാണ് കേമത്തങ്ങളെന്ന് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കുന്നത്. അത് രാജധാനി അതിമനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് നോക്കുക അലങ്കരിച്ചിരിക്കുന്നത്. ഇത്ര ഗംഭീരമായിട്ടൊരു വേദി ഇതേവരെ ഉണ്ടായിട്ടില്ല. കാലം കുറേ ആയി എന്നുണ്ടെങ്കിലും പ്രവൃത്തി കാലങ്ങളേറെയായി, വർഷങ്ങൾ അനവധി നിരവധിയായി. പക്ഷെ ഇങ്ങനൊരു ഗംഭീരമായൊരു വേദി ആദ്യമായിട്ട്. എന്താ അത്? തൻ്റെ രാജാവ് തൻ്റെ മകളുടെ വിവാഹം എപ്രകാരം നടത്തണമെന്ന് മനസ്സിൽ ധരിക്കണോ അപ്രകാരമാണ് അല്ലേ? അതാണ് ആ കാരണവന്മാരുടെ ഗുരുത്വം എന്ന് പറയുന്നത്. നടത്താൻ യോഗം ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ. ഇത് അങ്ങനെ ഒരു കർമ്മത്തിന് പുറപ്പെടണ്ടല്ലോ. ഇവിടെ അതല്ല. വിവാഹം പരീക്ഷയായിട്ടാ നടത്തണേ. ഇപ്പൊ എങ്ങനെയാ? കഴിച്ചുകൂട്ടിയോ? കഴിച്ചുകൂട്ടി വെറുതെ ഇരിക്കുകയാണ് അല്ലേ?
അധികാരമൊക്കെ കയ്യിൽ കിട്ടിയോ? അധികാരായ സൂക്ഷിക്കണേ. അധികാരം കയ്യിൽ കിട്ടിയ പിന്നെ അപകട പറയാണ്ടിരിക്കുക ഭേദം. സ്ത്രീകൾക്ക് അധികാരം കൊടുത്താലുള്ള കഥ ദാ ഈ ഒരൊറ്റ ഇരിപ്പ് കണ്ടാൽ മതി. അവൻ്റെ ആ ഇരിപ്പും ഭാവവും നോക്കൂ. എപ്പോഴാ അധികാരം ഉണ്ടാവാന്ന് നിശ്ചയുണ്ടോ? വേളി കഴിഞ്ഞാൽ അധികാരം ആവില്ല. വേളി കഴിഞ്ഞാൽ പതുക്കെ സ്നേഹവും സേവയൊക്കെ ആയിട്ട് അതേ ബടേ ബടേ നോക്ക് ഇങ്ങടെ ബടേ ബടേ എവിടെ ആരെങ്കിലും നോക്കുവോ? വിളിക്കണ കേട്ടാ അറിയാം ആരാരെ. ഇപ്പോഴുള്ള കാര്യമല്ല കേട്ടോ, പഴയ കാലത്തെ കാര്യമാണ്. ഇപ്പോഴുള്ള കാര്യം ഇവിടെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറയണില്ല എന്നേ ഉള്ളൂ. പറയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല, പറയാണ്ടിരിക്കുക നല്ലതെന്ന് ധരിച്ചട്ടാ. പഴയ കാലമാകുമ്പോൾ അലോഹില്ലാണ്ട് കളിച്ചുവിട്ടാലോ എന്ന് തിരിച്ചിട്ടാ. ഏതായാലും കെട്ടിയ നിലയ്ക്ക് പറയാണ്ട് നിർത്തിയില്ല. എന്താ അത് കേമായിട്ട് കൂടും. അതേ ഇവിടെ ഇവിടെ നോക്ക് ഇങ്ങട്. അധിക കാലമൊന്നുമില്ല, അധികാരം കിട്ടണ വരേ ഉള്ളൂ. അധികാരം കയ്യിൽ കിട്ടിയ ഭാഷ മാറും. അത് കുട്ടികളായാൽ അധികാരായി, അധികാരം കയ്യിൽ കിട്ടിയാൽ ഭാഷ മാറും. ഒന്നുമില്ല. ഇവിടെ കുട്ടികളുടെ അച്ഛൻ ഇവിടെ വരൂ നിർബന്ധ. ഇവിടെ അതല്ല, അതിമനോഹരമായ വേദികൾ പലതും പലതും. ഒരു ഭാഗത്ത് മേളാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പാട്ട് കച്ചേരി, മറ്റൊരു ഭാഗത്ത് പാട്ട് കച്ചേരി ആണെങ്കിൽ വേറൊരു ഭാഗത്ത് ഭക്ഷണപ്രിയരായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള തിരക്ക്. അങ്ങനെ ഇപ്പോ ഇവിടെ എന്താ ഈ തിരക്ക് കുറയാൻ കാരണം എന്നറിയോ? അവിടെ ചെലുത്താൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടതുകൊണ്ട് അങ്ങോട്ട് പോയേ. എന്നാ ചെലുത്തണത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അല്ല ഇത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചെങ്കിൽ ഇതിങ്ങനെ നിറഞ്ഞിരുന്നേനെ. എന്നാൽ ഇത് കൊടുക്കാനില്ലെങ്കിലോ ഈ സിംഹാസനം മാത്രമായിട്ട് മാറുകയും ചെയ്യും. ചെലുത്താനില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. അത് എവിടെ എത്ര സത്കർമ്മം നടക്കണ്ടെന്ന് പറഞ്ഞാലും ചെലുത്താൻ കൊടുത്താൽ 4 എണ്ണം കൂടുതലുണ്ടാവും. ചെലുത്താനില്ലെങ്കിൽ എന്താ കാരണം എന്നറിയോ? ഇതിന് പുകയും വെയിലൊന്നും കൊള്ളണ്ടല്ലോ. വന്നുകഴിഞ്ഞാൽ ചെലുത്താൻ പോവുക, അത്രയല്ലേ വേണ്ടു. ദാനാവുമ്പോൾ അങ്ങനെ സ്വീകരിച്ചായിരിക്കണേ പോകൂ. ദാനമൊക്കെ സ്വീകരിച്ചിരിക്കണേ ഭാസകായിട്ട് ചെലുത്തലൊക്കെ കഴിഞ്ഞു കേമായി. നീ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് പതുക്കെ പോവാം. അങ്ങനെ പലതരത്തിലുള്ള ഭേരി മദ്ദള കാഹളാതിമിന താക്വാബി. മേളം എന്ന് പറഞ്ഞാൽ അത് മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? സമ്മേളനമാണ്, പലതരം വാദ്യങ്ങളുടെ സമ്മിശ്രമായ സമ്മേളനമാണ് മേളം എന്ന് പറയണത് അല്ലേ? അത് ആസ്വദിക്കണമെങ്കിൽ എങ്ങനെയാ? വെറുതെ അങ്ങോട്ട് പുറപ്പെട്ട് ആസ്വദിക്കാൻ സാധിക്കുമോ? അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടാവണം. മേളത്തെക്കുറിച്ച്, താളത്തെക്കുറിച്ച്, എണ്ണത്തെക്കുറിച്ച് അതെന്താ പറയണതെന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. മേളങ്ങൾ, ഓരോരോ വാദ്യങ്ങൾ പറയണതിനും അർത്ഥമുണ്ട്. മേളം കേമായിട്ടുള്ള മേളം ആസ്വദിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഫലമില്ല. ആസ്വദിക്കാൻ അറിയണം. അത് ചിൽ അല്ലേ? ആദ്യം ഇങ്ങനെ കേൾക്കാം. ചിൽ ചില്ലറ 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 ചില്ലറ. കിട്ടാനുണ്ടെങ്കി മേടിച്ചോ, കിട്ടാനുണ്ടെങ്കി മേടിച്ചോ, കിട്ടാനുണ്ടെങ്കി മേടിച്ചോ. യപ്പേ യപ്പേ അല്ലറ ചില്ലറ അല്ലറ ചില്ലറ അല്ലറ ചില്ലറ. എന്നെ നോക്കി ചിരിച്ചിട്ട് ഫലമില്ല. ആസ്വദിക്കാൻ കഴിവുണ്ടെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. കേമായിട്ടുള്ള മേള. അവിടെ കാര്യമായിട്ടിരുന്ന് കക്കന്ന് ചിരിക്കുക. ബാക്കിയുള്ളവനാ ബുദ്ധിമുട്ടണതേ. അവിടെ ഇരുന്ന് ചിരിച്ചാൽ മതി. ഈ വർഷമൊക്കെ കെട്ടി ഇവിടെ ഇങ്ങനെ വന്നത് ഉള്ളുമ്പോ അവിടെ നോക്കുമ്പോ നല്ല സുഖാണ്. അല്ലറ ചില്ലറ അല്ലറ ചില്ലറ. കിട്ടാനുണ്ടെങ്കി മേടിച്ചോ, കിട്ടാനുണ്ടെങ്കി മേടിച്ചോ. യപ്പേ യപ്പേ. ആന ഇങ്ങനെ അവിടെ നിൽക്കണ്ടേ? മേളത്തിന് മുമ്പിൽ എപ്പോഴും ആന ഉണ്ടാവും. ആ നെറ്റിപ്പട്ടൊക്കെ കെട്ടി അതിഗംഭീരമായിട്ട് ആനയെ ആസ്വദിക്കുമ്പോൾ എന്താ കാണുന്നത്? ഇപ്പുറത്ത് ചില്ലറ 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 ചില്ലറ. കിട്ടാനുണ്ടെങ്കി മേടിച്ചോ. യപ്പേ യപ്പേ. അപ്പോഴാ ആനയുടെ ചെവി ഇങ്ങനെ പറയണത് സമാധാനപ്പെട്, സമാധാനപ്പെട്, സമാധാനപ്പെട്. അപ്പോഴാ വാലിങ്ങനെ ശ്രദ്ധിക്കണതേ. അപ്പറേ വാ, ഇപ്പറേ വാ. ഇത് കൊടുത്തോർക്കേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പറേ വാ, ഇപ്പറേ വാ.
സമാധാനപ്പെടുക. അപ്പോഴാണ് കൊള്ളുകാരൻ്റെ പ്രയോഗം പേ പേ പേ. ഈ പറയണൊക്കെ പഴയ തെറ്റാന്നാ പറയണത്. ഇങ്ങനെ മേളം ഒരു ഭാഗത്ത് അതിമനോഹരമായിട്ട് ഗംഭീരമായിട്ടുള്ള മേളം, ഓരോരോ ഭാഗത്ത് ഇങ്ങനെ ഇടയ്ക്കാരുടെ ഇടയ്ക്ക പ്രയോഗം ചക്കത്തുണ്ടം വെട്ടിത്തിന്നു, ചക്കത്തുണ്ടം വെട്ടിത്തിന്നു, ചക്കത്തുണ്ടം വെട്ടിത്തിന്നു, സ്വർണ്ണക്കള്ള സ്വർണ്ണക്കള്ള, ചക്കത്തുണ്ടം വെട്ടിത്തിന്നു, സ്വർണ്ണക്കള്ള സ്വർണ്ണക്കള്ള, ചക്കത്തുണ്ടം വെട്ടിത്തിന്നു, ചക്കത്തുണ്ടം വെട്ടി. ഇങ്ങനെ ശ്രദ്ധ ഉണ്ടാവണം കേട്ടോ. കാര്യഗൗരവം ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. ഇല്ലാണ്ട് പറഞ്ഞിട്ട് ഫലമൊന്നുമില്ല. ഇതൊക്കെ ഇരിക്കണേ ഇരിപ്പോക്കൂ, ഒന്നും മനസ്സിലാവണില്ല, എന്നാലും വെറുതെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എങ്ങനെയാ രാജാവ് നോക്കുമ്പോ തൻ്റെ രാജധാനിയിൽ ഓരോ ഭാഗത്തും അതിമനോഹരമായിട്ടുള്ള മേളമാണ്. മേളം എന്ന് പറഞ്ഞാൽ അതിഗംഭീര മേളം ഒരു ഭാഗത്ത്. ആ കവാടങ്ങളിലേക്ക് നോക്കുമ്പോ കുലവാഴ, കുലത്തേങ്ങ, കുരുത്തോല ഇങ്ങനെ അണിഞ്ഞണിഞ്ഞണിഞ്ഞ് ഒരുക്കിയിരിക്കുകയാണ്. എത്ര ഭംഗിയായിട്ടാണ് ആ കുലവാഴകളും കുലത്തേങ്ങളും ഒക്കെ കെട്ടിത്തൂക്കി. ഇരുപുറവും സാലഭഞ്ചികകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സാലഭഞ്ചികകളെ ഇരുപുറവും ഗോപുര കവാടത്തിൻ്റെ അകത്താണ്. പുറത്ത് ദ്വാരപാലകന്മാരാ. സൂക്ഷിക്കണം കേട്ടോ, അങ്ങനെ എന്നെ കൊണ്ടുപോണ കാല. നിറം മങ്ങി എന്നൊക്കെ പറയണ കേട്ടു. അതിനിടയ്ക്ക് അങ്ങനെ തന്നെ മാറ്റി എന്നാ പറയണ കേട്ടത്. ഇപ്പം നിറം മങ്ങാനൊന്നുമില്ല. ദ്വാരപാലകന്മാരുടെ ശില്പം അങ്ങനെ തന്നെ ഇളക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ, ഇനി അകത്തുള്ളത് കൊണ്ടുപോയിട്ടുണ്ടോ, അതോ കട്ടപ്പടി അടക്കം കൊണ്ടുപോയോ എന്നുള്ളത് ചിന്തിക്കണം. എന്താ അത് കാരണം? ഇതൊക്കെ മായാമയനായിട്ടുള്ള, സർവം മായയായിട്ടുള്ള ആ കള്ളനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ ഒരൊറ്റ കഴിവാ. അത് പോറ്റി വളർത്തിയൻ്റെ ഭഗവാൻ കൃഷ്ണനെ ഓരോ ഭാഗത്ത് ഓരോ പാക, അതായത് ചേല കക്കുക, വെണ്ണ കക്കുക, മനസ്സ് കക്കുക, ഇങ്ങനെ കളവുകൾ പലതരത്തിലുണ്ട്. പക്ഷേ എന്തിനാണ് ഈ കളവുകൾ ചെയ്യണത്? അവനവന് വേണ്ടിയിട്ടാണോ? അല്ല. അനുഭവിക്കണത് ആരാ? അവനവൻ തന്നെ. ഒരു ഭാവത്തിലുള്ളതായ ചൈതന്യത്തിൽ നിന്ന് എന്തെങ്കിലും അടർത്തിയെടുക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ? അവനവനതുകൊണ്ട് ഗുണമൊന്നുമില്ല, വലിയ കാര്യമായിട്ട് കൊണ്ടുപോയിട്ട് ഫലമൊന്നുമില്ല. നിശ്ചിത കാലം കഴിഞ്ഞാൽ താൻ തന്നെ ഇവിടെ നിന്ന് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ടെന്നുള്ള ബോധമുള്ളവരാരും. അതെങ്ങനെയാ? ശ്രദ്ധയില്ലാത്തവൻ്റെ മുതല് നാണമില്ലാത്തവൻ കൊണ്ടുപോകും. സംശയമൊന്നുമില്ല. ശ്രദ്ധ അവനവനാ വേണ്ടത്. എനിക്ക് ശ്രദ്ധയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മുതൽ മറ്റുള്ളവര് കൊണ്ടുപോയി എന്ന് വരാം. ഇവിടെ അതല്ല. ചിന്തകൾ പലതരത്തിലാണ് വിരിയേണ്ടത്. ഒരു സ്ഥലത്ത് മേളം, മറ്റൊരു സ്ഥലത്ത് കച്ചേരി, ഇങ്ങനെ പലതരത്തിൽ ആസ്വാദകർ പലതരത്തിലെ ഭേരി, മദ്ദള, കാഹളാധിമേ. ഇരിക്കാൻ വരട്ടെ നീക്കൂ, വരൂ. ഇല വയ്ക്കാൻ സമയമായി, അതാ വരൂ. അതിഗംഭീരമായിട്ടുള്ള സദ്യയാണ്. കാളൻ, ഓലൻ, എരിശ്ശേരി, ഉപ്പേരി, ഉപ്പിലിട്ടത്, പഴപ്രഥവൻ, അടപ്രഥവൻ, ചക്കപ്രഥവൻ, പഞ്ചാരപ്പായസം. നീ എന്താ വായോർക്കണേ? ഇവിടെ അടപ്രഥവനും ചക്കപ്രഥവനും ഒന്നുമില്ല. ഇവിടെ ചുട്ടതും കടിച്ചതൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ നല്ലതൊന്നും കിട്ടുന്നു തോന്നണില്ല. അടപ്രഥവൻ, ചക്കപ്രഥവൻ. പാഞ്ചാലി സ്വയംവരത്തിന് സദ്യ ഒരുക്കിയ കഥയാണ് പറയണത്. അപ്പോഴാണ് അവിടുന്ന് കുട്ടിത്തരങ്ങൾ ഇങ്ങനെ പലതും. ഇത് എവിടെന്നാ ചാടിയത്? ആരുടെയത്? ഇങ്ങട് എത്ര ഇവിടെ വരൂ, ഇങ്ങട് ഇവിടെ. ഒരെണ്ണം ഇങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം അങ്ങടെ പോണേ. ഇതൊന്നും ഉടമസ്ഥനില്ലാത്തത് പലതുണ്ടേ. ഒന്നും രണ്ടൊന്നുമല്ല, അനവധി നിരവധി കുട്ടിത്തരങ്ങൾ ഇങ്ങനെ മാതാപിതാക്കളുടെ കരങ്ങളെ വിട്ട് അത്യധികം സന്തോഷമാവണ്ണം രാജധാനിയിലെ വിവിധമായിരിക്കുന്ന വർണ്ണങ്ങളെ ആസ്വദിച്ച് ആ പൂക്കളുടെ മധുനുകരാനായിട്ട് വണ്ടുകൾ എപ്രകാരമാണോ സഞ്ചരിക്കണത്, അപ്രകാരം മനസ്സ് തുറന്ന് സഞ്ചരിക്കുക. അല്ലേ? ഈ കുട്ടികൾ ഇങ്ങനെ മനസ്സ് തുറന്ന് സഞ്ചരിക്കണ കാണുമ്പോൾ ഒരു സുഖല്ലേ? ഇത് ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. നാളെ ആയാൽ തുടങ്ങും. അവിടെ ഇരിക്കോ, ഇവിടെ ഇരിക്കോ. ആരാ അവിടെ പോണത്? ഇവനെ പിടിച്ചോണ്ടിരോ, നീ അച്ഛനെ വിളിച്ചോണ്ടിരോ, നീ അമ്മയെ വിളിച്ചോണ്ടിരോ. അപ്പൊ അങ്ങനെയാണോ? അപ്പൊ ആരെ വിളിച്ചിട്ടും ഫലമൊന്നുമില്ല അല്ലേ? അവനവൻ നന്നായി അവനവന് കൊള്ളാം, അത്രയേ ഉള്ളൂ. താനാ നന്നാവേണ്ടത്. എന്താ അത് പറയാൻ കാരണം എന്നാണെങ്കിൽ, ഗുരുമുഖവാക്യങ്ങള് അത് കാതുകൊണ്ട് കേൾക്കണത് കൊണ്ടാണ് ഈ അപകടങ്ങൾ മുഴുവൻ ഉണ്ടാവണത്. സത്സംഗങ്ങള്, ഗുരുമുഖവാക്യങ്ങള്, ആചാര്യവചനങ്ങള്, അതൊക്കെ മനസ്സുകൊണ്ട് കേൾക്കണം എന്നാ പറയുക.
മനസ്സുകൊണ്ട് കേട്ടാൽ അത് മനസ്സുറയ്ക്കും. ആവശ്യം വരുന്ന സമയത്ത് നന്മ തിന്മകളെ തിരിച്ച് ആ നല്ലതിനെ മഷിത്തുമ്പിലേക്ക് പകർത്താനായിട്ട് സാധിക്കും. അതിനെന്താ വേണ്ടത്? ആവോ, നീ ഇതിന്റെ കൂട്ടത്തിലുള്ള ആളായിരുന്നുല്ലേ, നേരത്തെ ഇത് മനസ്സിലാക്കണ്ടേ? ആട്ടെ, കുറച്ച് ഗെയിമായിക്കോട്ടെ കേട്ടോ, ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്ര ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയാ, അപ്പൊ മുഴുവൻ തള്ളാണല്ലേ, പകുതിയുള്ളൂ, ഒന്നും കഴിവുള്ളവരൊന്നുമല്ല. ഇതിന്റെ ഉള്ളിൽ കൂടെ ഈ 30 അങ്ങനെ കുറച്ച് സമയം, വളരെ നിസ്സാര സമയം എപ്പോഴും തോണ്ടു തുടങ്ങും. ഈ തോണ്ട എന്താ, അത്ര പോലും ബുദ്ധിയെ സ്വയം നിലനിർത്താൻ സാധിക്കണില്ല. 1 മുതൽ 30 വരെ എണ്ണുമ്പോഴേക്കും തോണ്ടു കഴിഞ്ഞു. അത്രേ കിട്ടുന്നുള്ളൂ. എന്താ അതിന് കാരണം? ശ്രദ്ധയില്ല. എവിടെയാണോ ശ്രദ്ധ മരിക്കണത് അവിടെ അപകടം ജനിക്കും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയം വേണ്ട. മറ്റ് ഇതരത്തിൽ ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് അവിടത്തെ ഒരു വലിയ സ്ഫോടനങ്ങളും നടക്കേണ്ടതില്ല. ആ വിദ്യാഭ്യാസത്തെ തകർത്താൽ മതി. വിദ്യാഭ്യാസം തകർന്നാൽ രാജ്യം നശിക്കും. വരുന്ന തലമുറയെ നശിപ്പിക്കാനായിട്ട് ഏകമാർഗം വിദ്യാഭ്യാസത്തെ തകർക്കുക എന്നുള്ളത്. അത് ആറ്റിക്കൂട്ടി കാലങ്ങളായി വർഷങ്ങളായി അതിനെ ഏകോപിപ്പിച്ച് തൻ്റെതായ നിലയ്ക്ക് ഏറ്റവും ഉത്കൃഷ്ടമായിട്ട് എത്ര ഭംഗിയായിട്ടാണ് ഒരുക്കിയിരിക്കണേ നോക്കൂ. ആ കുട്ടികളെ കൊണ്ട് ഓരോരോ കരവിരുതുകളെ കാണിക്കുമ്പോൾ ആ രാജാവിൻ്റെ മനസ്സ് മാത്രമല്ല, അവിടെ പ്രജകളുടെ മനസ്സും കൂടി വ്യക്തമാം വണ്ണമാണ് രാജധാനിയെ എങ്ങും ഒരുക്കിയിരിക്കുന്നത്. അത്ര മഹത്തരമായിട്ടുള്ള നൃത്തനൃത്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവിടെ അല്ലേ? ആ പാട്ടുകളൊക്കെ എത്ര കേമത്തായിട്ടാണ്. ഓരോരോ കരവിരുതുകളും ഓരോരുത്തരും ഒന്നിനൊന്നു മെച്ചമാം വണ്ണം ആ രാജധാനിയിൽ അതിമനോഹരമായിട്ട്. എന്നാൽ മറ്റൊരു ഭാഗത്തെന്താ? ഭേരി മദ്ദള കാഹളാദിമിനദക്വാബി കുജിൽ ജോഷിതാം ഗീതം ക്വാബിജ സംമിതല്ലരഭസ പ്രോത്സാരണ. നിസ്വന ശിപ്പായിമാരുടെ തിരക്കൊതുക്കാനുള്ള തിരക്ക് മറ്റൊരു ഭാഗത്ത്. അത് ഇവിടെ എവിടെയും കാണാനില്ല അല്ലേ? ശിപ്പായിമാരെ, കാലോറധാരികൾ, നിയമപാലകര് നിങ്ങളുടെ അകത്ത് കയറ്റാണ്ടിരിക്കുകയാണ് നല്ലത്. കയറ്റിയ അപകട. എവിടെയാ കാല് വെച്ചിട്ടില്ല അവിടെയൊക്കെ നാശം വരുത്തിയിട്ടേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അകത്തേക്ക് കയറിയാൽ പിന്നെ വേറെ തരത്തിലാണ്. പിന്നെ അവര് പറയണതാ ശരി, പിന്നെ നമ്മൾക്കൊന്നും ആക്കില്ല, നമ്മൾ പറയണതല്ല ശരി. എന്നാ അകത്ത് കയറാതിരുന്നാലോ? അതാ കേമത്വം. അതിന് വേണ്ടതിനെ വേണ്ടതുപോലെ എവിടെയാ നിർത്തുന്നത്? തിക്കും തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവര് തിരക്കൂട്ട്. ആരാവിടെ കുട്ടികളെ പിടിച്ചോണ്ടോണേ? ഇവിടെ ഇങ്ങോട്ട് സൂക്ഷിക്കട്ടോ. അവനവന്റെ തന്നെയാണോ കൊണ്ടോണേന്ന് നോക്കൂട്ടോ. ചിലതുണ്ട് 2 കൈയിലും പിടിച്ചുകൊണ്ട് പോകണ്ടേ. അവനവൻ്റെ ആണെന്നാവില്ല, ആരെങ്കിലായി കിട്ടിയതായാലോ എന്ന് ധരിച്ചു പോവും. ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് വേണ്ട, സൂക്ഷിച്ച് നോക്കിക്കോളൂ. ഇനിയും കുറെ കഴിയുമ്പോൾ അയ്യോ എൻ്റെ കാണാനില്ലാലോ എന്ന് പറഞ്ഞിട്ട് ഫലമില്ല. പലതും അങ്ങനെയാ. അവനവൻ്റെ ചുമക്കാൻ നേരമില്ല, വല്ലവൻ്റെയും ചുമക്കാനാ നേരം. അവനവൻ്റെ സമയത്ത് ചുമക്കലൊന്നും ഉണ്ടായില്ല, വല്ലവരുടെ ആയപ്പോൾ ചുമക്കാന്നായി. ഇപ്പൊ അങ്ങനെ ചുമന്നൊരു ഭാഗമായിട്ടിരിക്കണേ. ഇരിപ്പോക്കൂ, തളർന്നിരിക്കണേ. ആവൂ, അവനവനുണ്ടായ സമയത്ത് ഒന്നും നോക്കാൻ നേരം ഉണ്ടായില്ല, അന്ന് പഠിക്കുവാനേ നേരം ഉണ്ടായുള്ളൂ. ഇപ്പോൾ മക്കളെ ചുമന്നുകൊണ്ട് നടക്കുക. ആ ഇരിപ്പും ഭാവം കണ്ടറിയാം. അത് സംശയമില്ലാണ്ടുള്ള ഇരിപ്പാ. ഈ ചുമട്ട് ഇതെന്നാ തീരുക? അമ്മമാരുടെ കാര്യം പറയാണ്ടിരിക്കുക ഭേദം കേട്ടോ. ഇത് വയറ്റിൽ കിടക്കുമ്പോൾ തുടങ്ങും ചവിട്ട്. ഈ ചവിട്ട് പുറത്തിറങ്ങിയാൽ നിർത്തുവോ? അങ്ങോട്ട് കൊണ്ടുപോകാൻ പാകമായാലും അമ്മയ്ക്ക് ചവിട്ട് മാത്രമേ ഉള്ളൂ ബാക്കി. ഇവിടെ അങ്ങനെയൊന്നുമില്ല. രാജാവ് ഓരോരോ ഭാഗങ്ങളും ആ നിസ്വനങ്ങൾ, ശബ്ദങ്ങൾ, ഇങ്ങനെ നിയമപാലകരുടെ ശബ്ദങ്ങൾ, തിരക്കില്ലാത്തടത്ത് തിരക്കുണ്ടാക്കി, ശബ്ദം ഉണ്ടാക്കി, അതിനെ നിയന്ത്രിച്ച് ഇങ്ങനെ ഓരോരോ ഭാഗത്ത് വിപ്രാണാം കുചിതശനദാം കളകളോ, വിപ്രന്മാരുടെ അശന സമയത്തുള്ള കോലാഹലം മറ്റൊരു ഭാഗത്ത്. വിപ്രന്മാരെന്ന് പറഞ്ഞാൽ ആരാ? ബ്രാഹ്മണര് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അറിവിനെ പകർന്നു കൊടുക്കുന്നവരൊക്കെ ബ്രഹ്മജ്ഞാനമുള്ളവരാ. അന്നം ദാനം കൊടുക്കുന്നവരൊക്കെ ബ്രഹ്മത്വമുള്ളവരാണ്. ദാനം കൊടുക്കാൻ സാധിക്കുന്നവരെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാം. അറിവിനെ മറ്റുള്ളവരിലേക്ക്, അറിവിനെയല്ല, അറിവിനെ സ്വീകരിച്ച് ആ അറിവിനെ തൻ്റെ കർമ്മധർമ്മങ്ങളിലൂടെ തിരിച്ചറിവാക്കി മാറ്റി ശിഷ്യർക്ക് പകർന്നു കൊടുക്കുന്ന എല്ലാവരും
ബ്രഹ്മജ്ഞാനികളാണ്, ആ ബ്രാഹ്മണത്തുള്ളവരാണ്. അധ്യാപകർ, ഗുരുനാഥന്മാരൊക്കെ വേണ്ടതുപോലെ മാനിക്കാതെ വന്നതാണ് ഈ കുലനാശങ്ങൾക്ക് മുഴുവൻ കാരണം. ഗുരുക്കന്മാരെ മാനിക്കാനായിട്ട്, അറിവിനെ മാനിക്കാനും ഗുരുവിനെ മാനിക്കാനും മറക്കണതാണ് സർവനാശങ്ങൾക്കൊക്കെ കാരണം. തന്നേക്കാൾ പ്രായമുള്ളവരെ പാദം തൊട്ട് നമസ്കരിക്കാൻ യാതൊരു ഗർവും നോക്കേണ്ട ആവശ്യമില്ല. ആ പ്രായത്തെയാണ് താൻ നമസ്കരിക്കണതെന്ന ബോധം വേണം. തന്നേക്കാൾ അറിവുള്ളവരുടെ പാദം തൊട്ട് നമസ്കരിക്കാൻ പ്രായം പോലും നോക്കേണ്ടതില്ല. പ്രായത്തെ അല്ല, ആ വ്യക്തിയെ അല്ല നമസ്കരിക്കുന്നത്. ആ വ്യക്തിയുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന അറിവിനെയാണ് നമസ്കരിക്കുന്നത്. അറിവിനെ നമസ്കരിക്കാനായിട്ട് ഒന്നും ചിന്തിക്കേണ്ട. ഇവിടെ ഓരോരോ ഭാഗങ്ങളിലും ആ ബ്രാഹ്മണന്മാരായിട്ടുള്ള ആൾക്കാര് അശന സമയത്തുള്ള കോലാഹലങ്ങള് ഒരു ഭാഗത്ത് ഇട്ടിയാസ നീലാണ്ട പാച്ചോ വരാ 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 വരാ. തീറ്റയൊക്കെ കഴിഞ്ഞ് അവന്റെ വരവ് നോക്കൂ, കുംഭ നടു മുമ്പിൽ തന്നെയാണ്. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. നീ അങ്ങോട്ട് പിന്നിൽ നോക്കണ്ട, നിന്നെ തന്നെയാ വിളിച്ച. ഇങ്ങോട്ട് വരൂ, വേഗം ആവട്ടെ, ഒന്ന് നടക്ക്. നീ ഇങ്ങോട്ട് വേഗം, ഒരു സുഖമില്ലല്ലോ. അവിടെ ഒന്നിരിക്കൂ, കേമാവട്ടെ. നടക്കാൻ വയ്യ അവന്, കഴിച്ചുകൂട്ടി ഒരു ഭാഗമായി. ആ ഇരിക്കൂ അവിടെ. ഒരെണ്ണെങ്കിലും ചെല്ലുവിളി ഉള്ളത് ഉണ്ടല്ലോ. സമാധാനായി. ആട്ടെ, എങ്ങനെയുണ്ടായിരുന്നു സദ്യ? ചെലുത്തലേ കേമായോ? ഇവിടത്തെയാണോ നന്നായത് അതോ അപ്പുറത്ത് പോയാൽ അവിടെ കഴിച്ചെടുത്താണോ നന്നായത്? അങ്ങനെയുണ്ട് ചിലരേ. എന്താ, ഇവിടെ വന്ന് കഴിച്ചിട്ട് അവിടുത്തെ കുറ്റം പറയും, എന്നിട്ട് അപ്പുറത്ത് പോയി കഴിച്ചിട്ട് ഇവിടുത്തെ കുറ്റം പറയും. ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമുള്ള ആൾക്കാരുണ്ട്. അതിപ്പോ കർണം തിന്നു തുടങ്ങിയല്ലോ രണ്ടുപേരും. ഒന്നും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നോക്ക്, ഇവിടെ കഥാശ്രവണം ചെയ്യുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വിളിച്ചുണർത്തുക. എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയണോ? വെള്ളം കിട്ടാണ്ട് ചാവുന്ന പറയുക. എത്രയാച്ചാ ചെവി തിന്നോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. അവനവന് ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എത്ര വേണമെങ്കിലും ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും. കാരണം നിന്നോണ്ട് ഒരു വിരോധമില്ല. എന്താ അത് കാരണം? മനസ്സുകൾ കൊണ്ട് സംവേദിക്കുന്നതിനെയാണ് കഥാവതരണം എന്ന് പറയുക. മനസ്സുകൊണ്ട് കേൾക്കണം. ഭഗവത് കഥകള്, ഈശ്വര കഥകള്, ആ ഗുരുമുഖവാക്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് കേൾക്കുമ്പോൾ മാത്രമാണ് നന്മ തിന്മകളെ വേർതിരിക്കാൻ സാധിക്കുള്ളൂ. മനസ്സ് സ്വയം വേർതിരിക്കും. ഇത് നല്ലതാണ്, ഇത് ചീത്ത. ഇതെവിടുന്ന് ഈ വെളുത്ത പെട്ടകം? ഇത്ര നേരം ഇവിടെ ഉണ്ടായില്ലല്ലോ. ഇരിക്കാൻ പറ്റേ. സമാധാനായി. എങ്ങനെയാ ദിവസവും ഈ വെള്ളം തന്നെയാണോ അതോ ഇവിടെ വരുമ്പോ മാത്രമുള്ള വെള്ളയാണോ? അങ്ങനെയുണ്ട് ചിലരേ. നമ്മുടെ കൂടെ കൂടിയിട്ട് വെള്ളയൊക്കെ ഇട്ട് ഞാൻ കേമനാണ് എന്ന് ഞെളിഞ്ഞിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്ത വസ്ത്രം ധരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ എനിക്ക് നന്നേ ബോധ്യമുള്ളതാ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ ഇവരെ കൂടെ കൂടിയിട്ട് ആ കൃഷ്ണനെ പോലെ ആവരുത് കേട്ടോ. ഉണ്ണികൃഷ്ണനെ ആരാ പോറ്റി വളർത്തിയത്? കുരൂരമ്മ വളർത്തിയതാ. നീ ഒരു ബോധമില്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് വിലയില്ല. നീ ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ചിന്തിക്കണം. ഈ വെള്ളം ഇട്ടാ സൂക്ഷിക്കണം കേട്ടോ. കൂടെ നടക്കണതേ നടക്കുമ്പോൾ ഒന്നും തോന്നൂല്ല, പിന്നീടാവും കാണുക. ഇപ്പോൾ മുമ്പുള്ളവർ എന്തൊക്കെ കൊണ്ടുപോയി എന്നുള്ളത് ഇപ്പം ഇരിക്കണവർക്കേ അറിയുള്ളൂ. ഇപ്പുള്ളവർ എന്തൊക്കെ കൊണ്ടുപോകുന്നുള്ളത് ഇനി വരാനുള്ളവരാ പറയുക. സൂക്ഷ്മത ഉണ്ടാവണം, ശ്രദ്ധ ഉണ്ടാവണം. ശ്രദ്ധയില്ലാത്തവൻ്റെ മുതൽ നാണമില്ലാത്തവൻ കൊണ്ടുപോകും. പറഞ്ഞിട്ട് ഒരു ഫലമില്ല. കൊണ്ടുപോകണവനെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചുമതല അവനവനുണ്ട്. രാജാവ് ഏതിനും പോകുന്നത് പോലെയാ. വേറൊരു ഭാഗത്ത് അതിഗംഭീരമായിട്ടുള്ള സദ്യ, ഇലയെടുക്ക, ചുക്കുള്ള കൊടുക്കുക. അതെന്താ അവിടെ കിടന്നാ കറുത്തിരിക്കണം? എന്താ അത്? പുളിയിഞ്ചി ആവും, തിരക്കില്ല. ഇതെന്താ അത്? വെളുത്ത് അത് ഇഞ്ചി തൈര്. ഇതെന്താ ഒരു കൂടിക്കലർന്ന നിറ അവിടെ? അത് കൂട്ടുകറി, അവിയല്, തോരൻ, ഉപ്പിലിട്ടത്. ഇതെന്തോരണം മറയിൽ വന്ന് കൂടിയേക്കണേ? അടപ്രഥമന മറയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. നല്ല രുചിയുള്ള വിഭവ. ആ മധുരക്കറികളിൽ ഏറ്റവും പ്രധാനമായത് ഇവിടെ മാറ്റി വെച്ചേക്കണ കണ്ടോ? എൻ്റെ മുഖത്തല്ല, അങ്ങോട്ട് നോക്കൂ. സുഖമായിട്ടാണ് നോക്കണതേ. ചിന്തകൾ പലതും മനസ്സിലുണ്ട്, പക്ഷേ
അതിഗംഭീരമാവണ്ണം മനോഹരമാവണ്ണം കാളന്നോലൻ എരിശ്ശേരി ഉപ്പേരി ഉപ്പിലിട്ടത് പഴപ്രഥവൻ അടപ്രഥവൻ ചക്കപ്രഥവൻ പഞ്ചാരപ്പായസം എന്നിങ്ങനെ സമൃദ്ധമായ സദ്യ ഒരു ഭാഗത്ത് വേണ്ടതുപോലെ ഇഷ്ടം പോലെയാ. സദ്യ കേമായിട്ട് വെച്ചുണ്ടാക്കിയെന്ന് വെച്ചിട്ട് ഫലമില്ല കേട്ടോ. ഭക്ഷണേ അതികേമായിട്ട് വെച്ചുണ്ടാക്കുക, രുചികരമാവണ്ണം വെച്ചുണ്ടാക്കുക. അത് വിളമ്പുന്നിടത്ത് ശുചിത്വമില്ലെങ്കിൽ സകലതും പോയി. എന്നാ അത് അതെ എങ്ങനെയാ പപ്പടം ഉപ്പേരി അതൊരു സുഖാവില്ല. വിളമ്പുന്നിടത്ത് ശുചിത്വമുള്ള പോലെ തന്നെ ഉണ്ടാക്കുന്നിടത്തുനിന്ന് മുതൽ വിളമ്പുന്നിടത്തുനിന്ന് വരെ ശുചിത്വം ഉണ്ടെങ്കിലാണ് ഭക്ഷണം യോഗ്യാവുക, ഭക്ഷ്യയോഗ്യാവുക. ഇവിടെ ആ ഭക്ഷണം മോശമായാൽ രാജ്യം നശിക്കും. വിദ്യാഭ്യാസം പോലെ തന്നെയാണ് ഭക്ഷണവും. ആരോഗ്യമുള്ള ബുദ്ധിയുള്ള സാമർഥ്യമുള്ള വരുന്ന തലമുറയ്ക്ക് ആദ്യ ആവശ്യമെന്ന് പറയുന്നത് ഭക്ഷണമാണ്, വിശപ്പാണ്. വിശപ്പിനേക്കാൾ വലിയ വികാരമില്ലെന്ന തിരിച്ചറിവാണ് വേണ്ടത്. അതുകൊണ്ടാണ് ആ അതിമനോഹരമായിട്ടാണ് സദ്യ ഒരുക്കിയേക്കുന്നത്. ആര് വന്നാലും എത്ര ആയിരം പേര് വന്നാലും അവർക്കൊക്കെ സമൃദ്ധമായ സദ്യ മതിയാവോളം. മതി മതി എന്ന് മതിയോ നോക്കണ്ട കാര്യമായിട്ടേ. ഇപ്പം ഞാൻ തോന്നി ഇനി ഇതൊക്കെ മതിയാവും, ഇത്രയൊക്കെ മതി. എന്നാ ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടാവുമോ? തരാന്ന് പറഞ്ഞ് തന്നെ തരുമെന്ന് സംശയമാണ് അല്ലേ? അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല അല്ലേ? അങ്ങനെയുണ്ട് ചിലര്. എന്താ കൊടുക്കാന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയാ. അതിൽ തന്നെ എത്ര പേര് വീതം വെക്കുന്നുള്ളത് പിന്നെ അറിയുക. ഇതൊക്കെ കൂട്ടത്തിലുള്ളത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ബലമൊന്നുമില്ല. അതായത് മതി 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 എന്ന് എങ്ങനെയാ പറയിപ്പിക്കാൻ സാധിക്കുക? നല്ല ഭക്ഷണം അങ്ങോട്ട് കൊടുത്താൽ കുറച്ചും കൂടി വേണ്ട മതി, അല്ല ഇത്തിരി വേണ്ട മതി. ആ മതി മതി എന്ന് പറയിക്കാനായിട്ട് ഏക സാധനം ഭക്ഷണം മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ മതിന്ന്? അറിയോ? നല്ല അടി അങ്ങോട്ട് കൊടുത്താൽ മതി, മതി 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 എന്ന് പറയും. പക്ഷേ രണ്ട് മതിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് അടി കൊള്ളുമ്പോൾ മതി മതി എന്ന് പറയണത് ഇഷ്ടത്തോടെയല്ല, തൃപ്തിയോടെയല്ല. എന്നാൽ ഭക്ഷണം കൊടുത്താൽ മതി മതി എന്ന് പറയുന്നത് മനസ്സിന്റെ തൃപ്തിയോടുകൂടി നിനക്ക് നല്ലത് വരട്ടെ എന്ന് മനസ്സ് പറയും. അവിടെയാണ് ഭക്ഷണം ശുചിയാവണ്ണം കൊടുത്ത് തൃപ്തി വരുത്തി ഉത്കൃഷ്ടമായിരിക്കുന്ന സദസ്സിനെ പോലും വശീകരിച്ച് അവനവന് ഉത്കൃഷ്ടമായ ചിന്തകളെ വിരിയിക്കാൻ സാധിക്കണം. ഉത്കൃഷ്ട ചിന്തകൾ എവിടെ നിന്നാണ് ഉണ്ടാവുക? ശുദ്ധമായിരിക്കുന്ന ബുദ്ധിയിൽ നിന്നാണ് ഉത്കൃഷ്ടമായ ചിന്തകൾ ഉണ്ടാവുക. ഉത്കൃഷ്ട ചിന്തകള് ശുദ്ധമായ ബുദ്ധി ഉണ്ടാവണമെങ്കിൽ സത്യമായ ഭക്ഷണത്തെ ചെലുത്തേണ്ടതുണ്ട്, നല്ല വെള്ളം കുടിക്കേണ്ടതുണ്ട്. ആ സമമായ കാര്യങ്ങൾ വേണ്ടതിനെ വേണ്ടതുപോലെ രാവിലെ കഴിക്കേണ്ടത് ഉച്ചയ്ക്കും, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് വൈകുന്നേരവും കഴിച്ചിട്ട് അയ്യോ എനിക്ക് സുഖമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫലമില്ല. രാവിലത്തെ രാവിലെ കഴിക്കണം, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് ഉച്ചയ്ക്ക് കഴിക്കണം. ഇത് എവിടേക്കാ പോണേ നോക്കൂ, കഴിക്കണ കാര്യം പറയും. ഇവിടെ വരൂ, ഇങ്ങോട്ട് വരൂ. നല്ല അനുസരണം. ആരുടെ അത്? ഇങ്ങനെയാ വേണ്ടതേ. ഇടയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോണ പോലെയല്ലേ. പിന്നെ ചിലത് ആരോ പിടിച്ചുകൊണ്ട് പോകണ്ടിട്ട് ഓരോന്നിനെ സൂക്ഷിക്കണേ. കാലമല്ലാത്ത കാലാണ്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. നേരാമണ്ണുള്ള സമയമല്ല അത്. ഇടയ്ക്ക് പറഞ്ഞതിനെ കൊണ്ടുപോയിട്ട് അവിടെ കണ്ടില്ല, ഇവിടെ കേട്ടില്ല, അവര് പേടിപ്പിച്ചു, ഇവര് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന് കാരണം വേറെ ഒന്നുമല്ല. അവനവന്റെ ശ്രദ്ധ മരിക്കുന്നിടത്ത് അപകടം ജനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താ അത്? പോകേണ്ട സമയത്ത് പോകാൻ പഠിക്കേണ്ടതുണ്ട് അല്ലേ? ധരിക്കേണ്ട വസ്ത്രം വേണം ധരിക്കാൻ. മറ്റുള്ളവരെ മോഹിതരാക്കിയിട്ടല്ല വസ്ത്രം. ഏറ്റവും ലോകവികാരം എന്ന് പറയുന്നത് വിശപ്പാണ്. വിശപ്പ് തീർന്നാലേ വസ്ത്രത്തിന് പോലും മൂല്യമുള്ളൂ എന്ന സത്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. അവനവൻ സഞ്ചരിക്കേണ്ട രീതികളെ, പ്രവൃത്തികളെ, നോട്ടത്തെ ഒക്കെ ആനുകാലികമായി ചിന്തിച്ചാൽ നല്ല ചിന്തകൾ മനസ്സിലുണ്ടാകണമെങ്കിൽ നല്ല ഭക്ഷണവും നല്ല ജലവും വേണം. നല്ല ഭക്ഷണവും നല്ല ജലവും നല്ല വിദ്യാഭ്യാസവും ചേരുമ്പോഴാണ് സച്ചിന്തകളെ കൊണ്ട് നിറയുന്ന മനസ്സിനെ സൃഷ്ടിക്കാൻ സാധിക്കുക. ഉത്കൃഷ്ടമായ മനസ്സില്ലാതെ കണ്ട് എത്ര ആരോഗ്യ ദൃഢഗാത്രമായ ശരീരമുണ്ടെങ്കിലും ഫലമില്ല. ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. സച്ചിന്തകളെ കൊണ്ട് നിറയാത്ത മനസ്സിനെ, ആ ശരീരത്തെ നന്മയ്ക്ക് ഉപകരിക്കില്ല എന്നാ പറയുക. നല്ല ശരീരവും നല്ല മനസ്സും
അതിനെ എങ്ങനെയാ സമാഹരിക്കേണ്ടത്? നല്ല ഭക്ഷണത്തിലൂടെ, നല്ല വസ്ത്രങ്ങളിലൂടെ, നല്ല പെരുമാറ്റത്തിലൂടെ, നല്ല ചിന്തകളിലൂടെ ഉത്കൃഷ്ടമായ ജീവിതത്തെ നന്മ, നല്ലത് എന്ന് പറയിപ്പിക്കാൻ അവസാന നിമിഷത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അതുവരെയുള്ള യാത്രകളൊക്കെ വെറും യാത്രകൾ മാത്രമാണെന്ന സത്യബോധത്തെ തിരിച്ചറിയും വിധത്തിൽ ആ രാജാവ് തൻ്റെ പുത്രിയെ വിവാഹത്തിന് പരീക്ഷയാണ്. എങ്ങനെയുള്ള പരീക്ഷയാണ് നിശ്ചയിച്ചേക്കണത്? വലുതായിട്ടുള്ള കൊടിമരത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷിരൂപ. ആ പക്ഷിരൂപത്തിൽ 5 ദ്വാരങ്ങളാണ്. ആ ദ്വാരങ്ങളിലേക്ക് താഴെയിരിക്കുന്ന വലുതായിട്ടുള്ള ഉരുളിയിൽ നോക്കി ആ ജലത്തിലെ നിഴല് കണ്ട് 5 അസ്ത്രങ്ങൾ ഒരേ സമയം ചെന്ന് പതിക്കണം. എങ്ങനെയാ? പരീക്ഷയൊക്കെ ഉണ്ടായോ? ഇത് കഴിച്ചു കൂട്ടിയത് ഒരു പരീക്ഷണമായിട്ട് മാറിയോ എന്ന് മുഖത്ത് നോക്കിയാൽ തോന്നണ്ടേ? കഴിഞ്ഞതൊരു പരീക്ഷണമായി എന്നാ തോന്നണേ. പലരുടെ ഇരിപ്പ് ഇനിയിപ്പോൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ എന്താ പറയാവോ, ഇനി അവിടെ ചെന്നിട്ട് ഇത്രയും നേരം ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, അവിടെ ചെന്ന് ഇനി എന്താ ആവുക ആകെ കഷ്ടത്തിലാണ് ഇരിക്കണതേ. എന്താ ചെലുത്തുണ്ടായില്ലേ? അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇനി അവിടെ കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇലയെടുക്കാൻ പാകത്തിന് അങ്ങടി ചെന്നിട്ട് ഫലമില്ല. ഇതൊക്കെ ഇവിടെ നിന്ന് പോയെങ്കിൽ ഇതൊക്കെ ഒന്ന് നിർത്താലോ എന്ന് ധരിച്ചിട്ടാ ഈ ചോദിക്കണതേ. അപ്പോഴാ 2 അവിടെ നിന്ന് ആരാ അവിടെ പുറപ്പെട്ടു പോണത്? ഇങ്ങോട്ട് വരൂ. ആരുടെ കൂടെയാ പോണേ? എവിടേക്കാ പോണേ? നേരവും കാലവും ഇല്ലാത്ത സമയത്താ ഓരോന്ന് എനിക്ക് നടക്കണതേ. ഇങ്ങനെ നടക്കുമ്പോഴാണ് അത്യപകടങ്ങളിൽ ചെന്ന് പതിക്കുക. ഇവിടെ അനവധി നിരവധി 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 നാമധേയങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ വാസുദേവൻ വാസുദേവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. താൻ തന്നെ പറഞ്ഞു കേട്ടാൽ കൊള്ളാമല്ലൻ മഹാ. ആ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ആ പാഞ്ചാലിയുടെ സ്വയംവരത്തെ ഉത്കൃഷ്ടമായി സംബന്ധിക്കുന്നതിന് വേണ്ടി ആ പാഞ്ചാല മഹാരാജാവിൻ്റെ രാജധാനിയിൽ അതിഗംഭീരമായിട്ടുള്ള മനോഹരമായിരിക്കുന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന സദ്യവട്ടങ്ങളോടുകൂടി പലതരത്തിൽ സർവ്വരാജാക്കന്മാരെയും വേണ്ട വിധേന ക്ഷണിച്ചിരുത്തി. എന്താ അത്? ഇതെവിടേക്കാ ചുമന്നുകൊണ്ട് പോണേ? ജരാസന്ധനാണ് പോണതേ. ജരാസന്ധൻ ഒരു വലിയ വില്ലൊക്കെ കയ്യിൽ നേരത്തെ കൂട്ടി പിടിച്ചേക്കുക. അവിടെ ചെല്ലുമ്പോൾ ആ വില്ലെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വില്ലുണ്ടെങ്കിലും കൊലയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ടാ ഒരു വില്ലെടുത്ത്. അങ്ങനെയല്ല, അനവധി നിരവധി രാജാക്കന്മാരുണ്ട്. കർണനുണ്ട്, ദുര്യോധന മഹാരാജാവുണ്ട്, അനവധി നിരവധി രാജാക്കന്മാര് അവിടെ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളതായ കമനീയമായ രാജധാനിയെങ്കിൽ വെച്ച് സാക്ഷാൽ വാസുദേവന്റെ സാന്നിധ്യത്തോടുകൂടി പാഞ്ചാലിയുടെ സ്വയംവരത്തെ നടത്തണമെന്ന് മനസാധരിച്ചുകൊണ്ട് എവിടെ വർത്തിച്ചത് പ്രകാരം യാതൊരു ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ പുറപ്പെട്ടത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ഭവന്മാരെ രക്ഷിക്കട്ടെ. സംപൂജ്യരായ ഗുരുജനങ്ങളെ, കലാസ്വാദകരെ, പ്രത്യേകിച്ച് എൻ്റെ സ്നേഹനിധികളായ കുഞ്ഞുങ്ങളെ, പലരുടെ മനസ്സിലും ഒരു ധാരണയുണ്ട് ചാക്യാർകൂത്തെന്ന് പറയുന്നത് ഒരു കോമഡി ഷോ ആണെന്ന്. ഒരിക്കലുമല്ല. എപ്രകാരമാണോ കൃഷിക്കാരൻ തൻ്റെ ഭൂമിയെ ഉഴുതിളക്കി മറിച്ച് വിത്തിടാൻ പാകമാക്കുന്നത്, അപ്രകാരം മനസ്സിനെ, മനുഷ്യൻ്റെ മനസ്സിനെ ഇളക്കി മറച്ച് നല്ല ചിന്തകൾ ഉണ്ടാകുന്നതിന് വേണ്ട കർമ്മധർമ്മങ്ങളെ ചെയ്തുകൊണ്ട് മനുഷ്യ മനസ്സുകളെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കലാരൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഒരു വേദി ആനുവൽ ഡേ ആയിട്ട് ഒരുക്കി തന്ന ഇവിടുത്തെ പള്ളി വികാരി അച്ഛൻ, അദ്ദേഹത്തിന് എൻ്റെ സ്നേഹം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കാരണം ഈ യാന്ത്രിക യുഗത്തിൽ മനുഷ്യൻ്റെ മനസ്സുകളാണ് ഉത്തേജിക്കപ്പെടേണ്ടത്. വ്യക്തിത്വങ്ങളിൽ വ്യക്തിത്വം ഉളവാകണമെങ്കിൽ നല്ല ചിന്തകൾ വിരിയുന്ന മനസ്സും ആരോഗ്യ സമ്പുഷ്ടമായ ശരീരവും അത്യന്താപേക്ഷിതമാണ്. ആ ചിന്ത, നല്ല ചിന്തകൾ വിരിയുന്ന മനസ്സും ആരോഗ്യ സമ്പുഷ്ടമായ ശരീരവും ജഗദീശ്വരൻ നിങ്ങൾ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച പ്രിയ വർഗീസേട്ടനും കുടുംബത്തിനും ഒപ്പം ഈ കഥ ഇത്രയും സമയം എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ
ഈശ്വര കൃപകൾ ഉണ്ടാകട്ടെ. ഏവർക്കും ഈ യാന്ത്രിക യുഗത്തിൽ നല്ല ശബ്ദവും പ്രകാശവും നൽകി എന്നെ അനുഗ്രഹിച്ച ഒരു കലാകാരൻ്റെ വിജയമെന്ന് പറയുന്നത് ആ കലയെ